ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്കൂളുകളിൽ പ്രവാസികൾക്കും തൊഴിലവസരം. രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കുമായി പൊതുവിദ്യാലയങ്ങളിൽ അനുവദിച്ചിട്ടുള്ള തൊഴിൽ ഒഴിവുകൾ ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമിക് തസ്തികകളിലെ ഒഴിവുകളാണ് മന്ത്രാലയം സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രഖ്യാപിച്ചത്. യോഗ്യരായ സ്വദേശികൾക്കും പ്രവാസികൾക്കും തൊഴിലവസരത്തിനായി അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്വദേശികൾക്ക് മന്ത്രാലയത്തിന്റെ കവാദിർ പ്ലാറ്റ്ഫോം വഴിയും രാജ്യത്തെ താമസക്കാരായ പ്രവാസികൾക്ക് തൗത്തീഫ് പ്ലാറ്റ്ഫോം വഴിയും ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ്. US ഇറക്കുമതികൾക്ക് 10% പകരം താരിഫ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന അടിയന്തര നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് നേരിയ വോട്ടിന് അംഗീകരിച്ചു. പിരിമുറുക്കവും കടുത്ത പോരാട്ടവും നടന്ന വോട്ടെടുപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലെ പരസ്പര ബന്ധത്തിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ MPമാർ ഈ നീക്കത്തെ അനുകൂലിച്ചു. 4 MPമാരുടെ പിന്തുണയോടെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ MP അഹമ്മദ് ഖരാത്തയാണ് ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ബഹ്റൈനിൽ പ്രധാന വ്യവസായത്തെയും വ്യാപാരത്തെയും ബാധിക്കുന്ന മേഖലകളിൽ FTAയുടെ ആവർത്തിച്ചിട്ടുള്ള ലംഘനങ്ങൾക്ക് മറുപടി നൽകുക എന്നതാണ് ഈ ഭേദഗതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. വളരെ നേരിയ ഭൂരിപക്ഷമുള്ള ഒരു വോട്ടെടുപ്പിൽ ഈ നിർദ്ദേശം വെറും 2 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാഷിംഗ്ടണുമായുള്ള വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ നടന്ന പ്രതിവാര സെഷനിൽ ഇതൊരു ലംഘനമല്ല എന്നും ഇത് അവകാശമാണെന്നുമാണ് ഖരാത്ത പറഞ്ഞത്. ഇത് FTA ലംഘനമല്ലെന്നും അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഭേദഗതിക്കെതിരെ അന്യായമായ നടപടികളുണ്ടായാൽ പരസ്പര നടപടി സ്വീകരിക്കാൻ കരാറിന്റെ ആർട്ടിക്കിൾ 8 അനുവദിക്കുന്നുണ്ടെന്നും രാജ്യത്തെ വ്യവസായങ്ങളെയും കയറ്റുമതിയെയും ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ US ഏർപ്പെടുത്തിയതിനെതിരെ തങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാർലമെന്റിന്റെ സാമ്പത്തികകാര്യ സമിതി ചെയർമാൻ MP അഹമ്മദ് അൽ സല്ലും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇത് US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അവശ്യ വസ്തുക്കളുടെ വില വർധനവിന് കാരണമാകുമെന്നും സാധാരണ ബഹ്റൈനികളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. US ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണം മുതൽ ഇലക്ട്രോണിക്സ് വരെ ബഹ്റൈൻ വിപണികളിൽ വലിയ സ്വാധീനമുള്ളവയാണ്. താരിഫ് ചുമത്തുന്നത് ചെലവ് വർദ്ധിപ്പിക്കുകയും അത് ഉപഭോക്താവിനെ ബാധിക്കുകയും ചെയ്യുമെന്നും അൽസല്ലും പറഞ്ഞു. വിശ്വസനീയമായ ഒരു വ്യാപാര പങ്കാളി എന്ന നിലയിൽ ബഹ്റൈനെ ഈ നിർദ്ദേശം ബാധിച്ചേക്കാമെന്നും ആശങ്കയും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAE-ൽ ശക്തമായ പൊടിക്കാറ്റ് തുടരുന്നു. രാവിലെ മുതൽ തുടങ്ങിയ കാറ്റ് മിക്ക സ്ഥലത്തും ദൂരക്കാഴ്ച കുറയ്ക്കുകയും വാഹന സഞ്ചാരം മന്ദഗതിയിലാക്കുകയും ചെയ്തു. താപനിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ പൊടിക്കാറ്റ് മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുമെന്നും ദുബൈ, അബുദാബി, അൽ ഐൻ, അൽ ദഫ്ര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കെട്ടിടങ്ങളിലേക്ക് പൊടി കടക്കുന്നത് തടയാൻ വാതിലുകളും ജനലുകളും അടച്ചിടണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് താപനില 32 ഡിഗ്രി മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കുറഞ്ഞ താപനില 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും പ്രതീക്ഷിക്കാം. രാജ്യത്തുടനീളം മിതമായതോ ശക്തമായതോ ആയ കാറ്റും വീശും. തീരദേശ ദ്വീപ് പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും പർവ്വതങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. നാളെയും ശക്തമായ പൊടിക്കാറ്റ് തുടരുമെന്ന് NCM പ്രവചിച്ചു. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില പാർക്കുകളിൽ ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിരക്ക് പരിഷ്കരിച്ചു. സന്ദർശകർക്കുള്ള പുതിയ പ്രവേശന നിരക്ക് കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ മന്ത്രാലയം പുറത്തുവിട്ടു. മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ അത്തിയയുടെ ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത്. രാജ്യത്ത് ഏതാനും പ്രധാന പാർക്കുകളിൽ വർഷങ്ങളായി തുടരുന്ന പ്രവേശന ഫീസാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ പാർക്കുകളിലും ഭിന്നശേഷിക്കാർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. രാജ്യത്തെ പ്രധാന പാർക്കുകളുടെ ഫീസ് നിരക്ക് ഇനി പറയുന്നു. പാണ്ട ഹൗസ് മുതിർന്നവർക്ക് 50 റിയാൽ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 25 റിയാൽ.
അൽഖോർ പാർക്ക് മുതിർന്നവർക്ക് 15 റിയാൽ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 10 റിയാൽ. എന്നാൽ പ്രധാന ആഘോഷവേളകളിൽ മുതിർന്നവർക്കുള്ള നിരക്ക് 50 റിയാലായിരിക്കും. മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ നൽകുന്നതിനും 50 റിയാൽ ഈടാക്കും. ഫീസ് ഈടാക്കുന്ന മറ്റ് പാർക്കുകൾ: മുതിർന്നവർക്കുള്ള പ്രവേശന നിരക്ക് 10 റിയാൽ, കുട്ടികൾക്ക് 5 റിയാൽ. ആഘോഷ സമയത്ത് 30 റിയാലായിരിക്കും പ്രവേശന നിരക്ക്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പാർക്കുകളിൽ പ്രവേശനം സൗജന്യമാണ്. സൗദി അറേബ്യ ഹജ്ജ് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി താമസക്കാർക്ക് ഓൺലൈൻ പെർമിറ്റുകൾ നൽകാൻ ആരംഭിച്ചു. ഹജ്ജ് സീസണിൽ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ഈ പെർമിറ്റ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷിർ, മുഖീം എന്നീ പോർട്ടലുകൾ വഴി പെർമിറ്റിന് അപേക്ഷിക്കാം. പാസ്പോർട്ട് ഓഫീസുകളിൽ പോകേണ്ടതില്ല. തസ്രീഹ് പ്ലാറ്റ്ഫോം എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഉംറ തീർത്ഥാടകർ ഏപ്രിൽ 29 മുമ്പ് രാജ്യം വിടണം. മക്കയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സീസണൽ വർക്ക് വിസയുള്ളവർ, ഹജ്ജ് സീസണിൽ ആ സ്ഥാപനങ്ങളുമായി കരാറുള്ളവർ എന്നിവർക്ക് മുഖീം പോർട്ടൽ വഴി മക്കയിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ലഭിക്കുമെന്ന് പാസ്പോർട്ട് വിഭാഗം മേധാവി അറിയിച്ചു. ഏപ്രിൽ 29 മുതൽ ഹജ്ജ് വിസ ഇല്ലാത്ത ആളുകൾക്ക് മക്കയിൽ പ്രവേശിക്കാനോ താമസിക്കാനോ അനുവാദമില്ല. ഉംറ വിസയിൽ എത്തുന്നവർ അവിടെ താമസിച്ച് നിയമവിരുദ്ധമായി ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ നടപടി സൗദി സ്വീകരിച്ചിരിക്കുന്നത്. ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന് സൗദി അധികൃതർ ആവർത്തിക്കുന്നു. സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുമതിയില്ല. ഇത് നിയമലംഘനമായി കണക്കാക്കും. ഹജ്ജ് ഇസ്ലാമിലെ 5 പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. സാമ്പത്തികമായി കഴിവുള്ള മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്തിരിക്കണം. കഴിഞ്ഞ വർഷം 1.8 ദശലക്ഷം ആളുകളാണ് ഹജ്ജ് ചെയ്തത്. അതിൽ 1.6 ദശലക്ഷം പേർ വിദേശത്ത് നിന്നുള്ളവരായിരുന്നു. തസ്രീഹ് പ്ലാറ്റ്ഫോം എന്നത് ഹജ്ജ് പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇതുവഴി എളുപ്പത്തിൽ പെർമിറ്റുകൾ നേടാം. സൗദി അറേബ്യ എല്ലാ വർഷവും ഹജ്ജിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ഏപ്രിൽ 29 ശേഷം മക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കും. ഉംറ വിസയിൽ വന്ന ശേഷം ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നവരെയും പിടികൂടും. ഒമാനിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധനകൾ നടത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി.